അല്ല, ഈ സ്വപ്നത്തിൽ എന്ന് പറയുന്നത് എടുത്ത് ചോദിക്കുന്നത്, സ്വപ്നത്തിൽ ഞാൻ ലിറിക്സ് എഴുതി കാണുവാണോ, കോൺസെപ്റ്റ് വരുവാണോ? ഡോക്ടർ ബ്ലെസൻ മേമനയുടെ പച്ചയായ റോ എക്സ്പീരിയൻസസ് പറയാമെങ്കിൽ ഐ സല്യൂട്ട് ഓൾ PKs. ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 7 സ്കൂളുകൾ മാറി മാറി പഠിച്ചു, 7 സ്കൂളുകളിൽ മാറി മാറി പഠിച്ചു. പാട്ടുകൾക്ക് ഡിനോമിനേഷൻ ഇല്ല. എനിക്ക് ദൈവവേല ചെയ്താൽ മതി, എനിക്ക് പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട. അതുപോലെ ഞാൻ പിള്ളേരെല്ലാം ഗിറ്റാറും പിടിച്ചിറങ്ങി. പക്ഷെ നിങ്ങൾ ഡിസ്കറേജ് ആവല്ലേ. വെൽക്കം ടു ടുഡേയ്സ് പോഡ്കാസ്റ്റ്. ബ്ലെസ്സിങ് ടുഡേയിൽ നമ്മൾ ഇതുവരെ ഓപ്പൺ ടോക്ക്, സത്യം പറയട്ടെ, അങ്ങനെയുള്ള പോഡ്കാസ്റ്റുകൾ നടന്നു, സോളോ പോഡ്കാസ്റ്റ് നടന്നു, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് നടന്നു. ദിസ് ഈസ് സംതിങ് റിയലി സ്പെഷ്യൽ ബിക്കോസ് എ വെരി സ്പെഷ്യൽ മാൻ ഓഫ് ഗോഡ് ഈസ് വിത്ത് മീ. ഇതൊരു പുതിയ പോഡ്കാസ്റ്റാണ്, പുതിയ അനുഭവമാണ്. ടുഡേ ഐ എം ഗോയിങ് ടു വെൽക്കം ഡോക്ടർ ബ്ലെസൻ മേമന ടു ദ പോഡ്കാസ്റ്റ്. വെൽക്കം ഡോക്ടർ ബ്ലെസൻ. ഞാൻ ഡോക്ടർ ബ്ലെസനെ കുറിച്ച് ആദ്യമായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത് നൈജീരിയയിൽ വെച്ചാണ്. ലേഗോസ്, നൈജീരിയയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ അവിടെ അവരുടെ 10th ആനിവേഴ്സറി ഞാനുണ്ട്, ഷമ സിസ്റ്ററുണ്ട്, അവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി ചെന്നിരിക്കുക. അപ്പോൾ അവിടെ അവർ ആ ആനുവൽ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടൊരു കൊയ്ത്ത് പാട്ട്, കൊയ്ത്ത് പാട്ടെന്ന് മാത്രമല്ല, അതിൽ ഈ കേരളത്തിൻ്റെ പോലെ ഈ കേരള സാരി, അതുപോലെ ജുബ, ഇതൊക്കെ ഇട്ട് ആളുകൾ വന്ന് ഒരു ആക്ഷൻ സോങ് പോലെ എന്തോ ഒരു പാട്ട് പാടി. അപ്പോൾ അതിന് ഞാനിങ്ങനെ വളരെ ഭയങ്കരമായിട്ട്, കാരണം കേരളത്തിൻ്റെ കൊയ്ത്ത് പാട്ട്, ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ആയിട്ട് അതെന്നെ ഭയങ്കര. അപ്പോഴാണ് എനിക്കൊരു ഷമാ സിസ്റ്ററാണോ ആരോ എന്നോട്, ഇത് ഡോക്ടർ ബ്ലെസൻ മേമനയുടെ പാട്ടാണ്. അത് കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു മീറ്റിങ്ങിൽ വെച്ച് ഒരാൾ എന്നെ പരിചയപ്പെടുത്തുന്നു, ഒരു ബ്രദർ സ്റ്റീഫൻ. അപ്പോൾ ഡോക്ടർ ബ്ലെസൻ മേമനയുടെ ബ്രദറാണെന്ന് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്ന ശേഷമാണ് നമ്മളിവിടുത്തെ സജിത്ത് ബ്രദറും ഇവരൊക്കെ ഈ പാട്ടുകളൊക്കെ എന്നെ കേൾപ്പിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കൊരാഗ്രഹം, ഡോക്ടർ ബ്ലെസൻ മേമനയെ ബ്ലെസ്സിങ് ടുഡേയിൽ കൊണ്ടുവരണം. അങ്ങനെയാണ്. എത്ര നാൾ മുമ്പായിരുന്നു വന്നതെന്ന് ഓർമ്മയുണ്ടോ? 10 വർഷമായി. ഞാൻ ഇന്നിതൊക്കെ പറയുന്നത് ഒരാളെ പുകഴ്ത്താനോ മുഖസ്തുതി, ഫ്ലാറ്ററിങ് ഒന്നുമല്ല. വി ഹാവ് ബീൻ റിയലി ബ്ലെസ്ഡ്. ഡോക്ടർ ബ്ലെസൻ പല പ്രാവശ്യം ഇവിടെ വരികയും ഈ പലപ്പോഴും വർഷിപ്പ് ലീഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ നമ്മുടെ കൊയർ, നമ്മുടെ വർഷിപ്പ് ലീഡേഴ്സ്, അവരൊക്കെ വളരെ ഇൻസ്പയർഡായി. അപ്പോൾ ആ സമയത്തൊക്കെ പലപ്പോഴും ഞാനിങ്ങനെ നിന്ന് പ്രൊഫസ് ചെയ്യും, ഇവിടെ നിന്ന് പാട്ടുകൾ ഇറങ്ങും, ഭയങ്കര മ്യൂസീഷ്യൻസിനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. സത്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭയങ്കരമായ മാറ്റങ്ങൾ ഈ ബ്ലെസ്സിങ് ടുഡേയിൽ തന്നെ വന്നു. പല പാട്ടുകൾ ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഡോക്ടർ ബ്ലെസൻ്റെ ആ ശുശ്രൂഷ, ഞാൻ ഒരു പാട്ടെന്നൊന്നും ഞാൻ പറയില്ല, ദിസ് ഈസ് എ മിനിസ്ട്രി. ഈ മിനിസ്ട്രി വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് മാറി. പിന്നെ ഈ പണ്ട് തുടങ്ങി, ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടെ ആദ്യം പറയണം, അതിന് ശേഷം സംസാരിക്കണം. ഈ ബ്ലെസ്സിങ് ടുഡേയിൽ പണ്ട് തുടങ്ങി കൊച്ചു കൊച്ചു പാട്ട് പുസ്തകം അച്ചടിക്കും. അപ്പോൾ ഈ പാട്ട് പുസ്തകം അച്ചടിക്കുമ്പോഴേക്കും ആദ്യമൊക്കെ ചെറിയ, ഇപ്പോൾ നമ്മളൊരു മീറ്റിംഗ് വെക്കുകയാണെങ്കിൽ അതിന് വേണ്ടി ഒരു പാട്ട് പുസ്തകം ചെറുത്. അപ്പോൾ അതിലൊരു ഇൻട്രൊഡക്ഷൻ എഴുതാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എഴുതിയ ഒരു വരിയാണ്, സ്വർഗം സംഗീത സാന്ദ്രമാണ്. കറക്റ്റ്. സ്വർഗത്തിലോട്ട് ചെന്നാൽ ഈ മ്യൂസിക്കും പാട്ടും, ദാറ്റ് ഈസ് ദ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഇൻട്രൊഡക്ഷൻ, മുഖവുര ഒക്കെ എഴുതിയത്. അതിനുശേഷം ഏറ്റവും അവസാനം ഒരു വലിയ തടിയൻ പുസ്തകം എഴുതി, പ്രിൻ്റ് ചെയ്തു, ഇത് സോങ് ബുക്ക്. അതിൽ ഇംഗ്ലീഷ്, മലയാളം, തമിഴ് പല പാട്ടുകളുണ്ട്. അതിലും ഈ വരി എപ്പോഴും ഇങ്ങനെ എഴുതും. ഇപ്പോൾ പിന്നെ ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ട് ആർക്കും സോങ് ബുക്കൊന്നും വേണ്ട, പിന്നെ നമ്മൾ റിലീസ് ചെയ്യാമല്ലോ. പക്ഷേ ഞാൻ ഓർക്കുന്നത് സ്വർഗം എപ്പോഴും ഇങ്ങനെ. അപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അവിടെ നിന്നല്ലേ ഈ ട്യൂണുകളും മ്യൂസിക്കും ഒക്കെ ഏതെങ്കിലും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ഒരു കൊയറിലോ ഒക്കെ ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഡോക്ടർ ബ്ലെസനിൽ ഞാൻ ഒത്തിരി പ്രത്യേകതകൾ കണ്ടിട്ടുണ്ട്. ഇതൊരു പെർഫോമൻസ് ഒന്നുമല്ല, ദിസ് ഈസ് വർഷിപ്പ്, ദിസ് ഇസ് മിനിസ്ട്രി. അപ്പോൾ എനിക്കറിയേണ്ടത് കുറച്ച് കാര്യങ്ങളാണ്.
ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് ഇത് ചർച്ചുകളിലെ കൊയർ, ഈ യങ്സ്റ്റേഴ്സ് ഇവരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഡോക്ടർ ബ്ലെസ്സിൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവനാമ മഹത്വത്തിന് വേണ്ടി എങ്ങനെയാണ് കർത്താവ് ബാല്യകാലം മുതൽ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നുള്ള ആ ജേണി ഒന്ന് പറയാമോ? താങ്ക് യു ഫാസ്റ്റർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഈവൻ ദോ ഇൻഫോർമലി നമ്മൾ മിണ്ടുകയാണെങ്കിലും ഐ മസ്റ്റ് അക്നോളജ് ഇറ്റ്സ് ഓൾ ബൈ ഗോഡ്സ് ഗ്രേസ്. അത് പറയാതെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഫാസ്റ്റർ ഇടയ്ക്ക് മെൻഷൻ ചെയ്യുന്നൊരു വേർഡാണ് ലഭിച്ചതല്ലാതെ ഒന്നുമില്ല ഫാസ്റ്റർ. കർത്താവ് തന്നതെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ലിസണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഫോർ ഷുവർ അവരെ ഈ ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസിലേക്കും അഭിഷേകത്തിലേക്കും ലീഡ് ചെയ്യാൻ ഈ കോൺവെർസേഷൻ ഇടയാവുന്നെങ്കിൽ. ഞാനതാ പറഞ്ഞത്, ദിസ് ഇസ് നോട്ട് എൻ ഇൻ്റർവ്യൂ, ദിസ് ഇസ് എ ഡയലോഗ്, ദിസ് ഇസ് എ കോൺവെർസേഷൻ, ദിസ് ഇസ് എ ടേബിൾ ടോക്ക്. പല കാര്യങ്ങളും പറയുന്നത് തീർച്ചയായിട്ടും ബോഡി ഓഫ് ക്രൈസ്റ്റിന് വേണ്ടി, ക്രൈസ്തവ ലോകത്തിന് ആരാധനയിൽ തന്നെ ഒരു പുതിയ വേവ് ഉണ്ടാകട്ടെ, പുതിയൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകട്ടെ. ഒരൊറ്റ പേർപ്പസ് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. പ്ലീസ്. ഞാൻ ആ ഗോഡ്സ് ഗ്രേസിനകത്തുനിന്ന് ഓപ്പണായ പോർട്ടലുകളാണ് പാസ്റ്റർ ഇപ്പം മെൻഷൻ ചെയ്തത്. ഞാൻ ജനിച്ചു വളർന്നൊക്കെ പാസ്നയിലാണ് പാസ്റ്റർ. എൻ്റെ ഒരു പാസ്റ്ററുടെ മകനാണ്, അഥവാ ഒരു പി കെ ആണ് സാധാരണ പറയുന്നത്. പി കെ ആണ്. എന്നെ കേൾക്കുന്ന എല്ലാ പി കെ മാർക്കായും ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു. ലെറ്റ് മി ടെൽ യു വൺ തിങ്, ഇൻറ്ററപ്റ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കണം. ഐ സല്യൂട്ട് ഓൾ പി കെസ്. കാരണം ഒരു പാസ്റ്റേഴ്സ് കിഡ് അല്ലെങ്കിൽ പ്രീച്ചേഴ്സ് കിഡ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് ടു ഗോ ത്രൂ എ ലോട്ട് ഓഫ് സാക്രിഫൈസസ്. അതിൽ ചിലരത് നെഗറ്റീവായിട്ടെടുക്കും, ചിലർ പോസിറ്റീവായിട്ടെടുക്കും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളത് അവരെല്ലാം വഹിക്കുന്ന ഇൻഹെറിറ്റൻസും ലെഗസിയും പിൽക്കാലത്ത് ആദ്യം തോന്നിയില്ലേ പോലും ഒരു ഘട്ടം എത്തുമ്പോൾ പെട്ടെന്ന് അങ്ങ് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ബ്ലെസ്സനും ഒരു പാസ്റ്ററുടെ മകനാണ്. ബാല്യകാലത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയണേ, കാരണം അതേ ഇതിലുള്ള പാസ്റ്റേഴ്സിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. അവർക്കൊരു വലിയ എൻകറേജ്മെൻ്റ് ആയിരിക്കും. വളരെ ഫെയ്ത്ത്ഫുള്ളായിട്ട് കർത്താവിനെ സെർവ് ചെയ്ത് പപ്പായും മമ്മിയും ഓൾമോസ്റ്റ് 50 years പപ്പ മിനിസ്ട്രിയിലുണ്ടായിരുന്നു. ഞാൻ ജനിച്ചപ്പം പപ്പ അടൂരിനടുത്ത് മണക്കാലയാണ്. ഞാൻ യങ്ങസ്റ്റാണ് വീട്ടിൽ. ഞങ്ങൾ 6 മക്കളാണ്. സോ പാസ്റ്റർ പറഞ്ഞ അനുഭവങ്ങൾ എൻ്റെ ബ്രദേഴ്സ് ഞങ്ങളെല്ലാവരും പല സമയങ്ങളിൽ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ഒരു സ്വീറ്റ്നെസ്, ഞാനത് പറയാൻ കാര്യം അത് ബിറ്ററാവാതെ സ്വീറ്റായി മധുരമാക്കി തന്ന ദൈവമാണ്. ഞങ്ങളെല്ലാവരും ഈ മിനിസ്ട്രിയോടൊരു പാഷനും അതിനെനിക്ക് തോന്നുന്നു പപ്പയ്ക്കും മമ്മിക്കും ഭയങ്കര റോളുണ്ട്. എസ്പെഷ്യലി മമ്മി. പപ്പ 2008 കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെട്ടു. അതും പാസനേജിലായിരുന്നു. അതുവരെ ഞങ്ങളുടെ ലൈഫ് അവിടെ നിന്നായിരുന്നു. പാസനേജിലാണ് ഈ സമയത്തൊക്കെ വളർന്നത്. എത്ര പാസനേജുകളിലൊക്കെ പോയിട്ടുണ്ടായിരിക്കും? പപ്പ ഓൾമോസ്റ്റ് ഒരു 16 ചർച്ചസ് മിനിസ്റ്റർ ചെയ്തു. ഞാൻ ഇളയ ആളായതുകൊണ്ട് മണക്കാല, തട്ട, കടമ്പനാട്, പനന്തോപ്പ്, അടൂർ സെൻറ്ററായിരുന്നു. ദെൻ ഞങ്ങൾ ചെറുവക്കൽ, അത് കുറച്ചുകൂടെ കൊല്ലം, ആയൂർ ആ സൈഡിലേക്ക് വന്നു. ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 7 സ്കൂളുകൾ മാറി മാറി പഠിച്ചു. 7 സ്കൂളുകളിൽ മാറി മാറി പഠിച്ചു. സാധാരണ ഈ ബാങ്കിൽ ജോലി ചെയ്യുന്നവർ അങ്ങനെയുള്ള കുറേ ട്രാൻസ്ഫർ ഉള്ള കുറേ പ്രൊഫഷൻസ് ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പാസ്റ്റേഴ്സിൻ്റെ. ഇത് പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ല, ബ്ലെസ്ഡ് ട്രാൻസ്ഫർ. അത് ബ്ലെസ്ഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. കാരണം ഇതിൻ്റെ മറുവശം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനത് ഇത്തിരി ഡീറ്റെയിൽസിലോട്ട് പോകുന്നത്, ഒത്തിരി പാസ്റ്റേഴ്സിൻ്റെ കുട്ടികൾ അതിൽ ഹേർട്ടായി, ഒഫൻഡഡായി മിനിസ്ട്രിയിൽ നിന്നും പുറത്തു പോവുകയും മറ്റ് ജോബിലേക്ക് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഇതുവരെയുള്ള ഇതിൽ ഇപ്പോൾ ഡോക്ടർ ബ്ലെസ്സൻ നല്ല രീതിയിലാണ് പറയുന്നത്. ഒരാളെന്നോട് വളരെ പോസിറ്റീവായി പാസനേജ് ലൈഫിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാസ്റ്റർ എം എ വർഗീസിൻ്റെ മൂത്ത മകൻ എബ്രഹാം വർഗീസ്. ഞങ്ങളൊക്കെ സുനിൽ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞു, ഇപ്പം അദ്ദേഹം വേറെ സ്ഥലത്താണെങ്കിലും ഇനിയും തിരിച്ചൊരു പാർസനേജിൽ ജീവിച്ചാൽ കൊള്ളാമെന്ന് എന്നോട് നേരിട്ട് പറഞ്ഞു. വേറെ ആരും ഇതുവരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർ ബ്ലെസ്സൻ പറയുന്നു അത് നല്ലതാണെന്നുള്ളത്. പക്ഷേ ഞാനത് നല്ലതാണെന്ന് പറയാൻ കാര്യം അത് ഹോളി സ്പിരിറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. നമുക്ക് അതിൻ്റെ നെഗറ്റീവ് സൈഡുകൾ പലതും മെൻഷൻ ചെയ്യാം. പക്ഷേ ഞാനത് പറയാൻ കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പം സ്കൂളുകൾ മാറി, പ്ലേസസ് മാറി. പക്ഷെ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുകയും
പ്ലേസ് ടു പ്ലേസ് പോവുകയും പുതിയ ആളുകളെ മീറ്റ് ചെയ്യുകയും ചെയ്യുമ്പം എനിക്ക് ഭയങ്കര ഈസിയാണ് കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ഒരു പാസ്റ്റർ മകനായിട്ട് ജനിച്ചാൽ ഒരു അഡ്വാൻറ്റേജ്, ഒത്തിരി ഉണ്ട്, അതിൽ ഒരു അഡ്വാൻറ്റേജ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു പാസ്റ്റേഴ്സിൻ്റെ മക്കൾ ജനിക്കുമ്പോൾ മുതൽ മിനിസ്ട്രിയിലാണെന്ന് തോന്നുന്നു. ദേ ആർ ബോൺ ഇൻ ടു ഇറ്റ്, ദേ ആർ ബോൺ ഇൻ ടു മിനിസ്ട്രി. ഞാൻ പണ്ട് പറയുന്നത്, ഈ എമീൻ നെഹമായൊക്കെ ജനിച്ച സമയത്ത് 40 ഡേ ഫാസ്റ്റിങ്ങിനൊക്കെയാണ്. അപ്പോൾ കൊച്ചു ഹോളുകളിലാണ്, എന്നാലും സ്പീക്കർ വെച്ച് തകർക്കുക. അതിന് മുമ്പ് കിടന്ന് ഇവർ വളർന്നത്. ഇടി വെട്ടിയിട്ട് പോലും ഇവർ ഞെട്ടുന്നില്ല, കാരണം ഈ സ്പീക്കറിന് മുമ്പിലാണ് വളർന്നത്. ഇവർക്ക് ഒരു സൗണ്ട് സിസ്റ്റം മാനേജ് ചെയ്യാനോ മ്യൂസിക് വായിക്കാനോ പ്രീച്ച് ചെയ്യാനോ എന്തിൽ പിടിച്ചിട്ടാലും പാസ്റ്റേഴ്സിൻ്റെ പിള്ളേർക്ക് സാധിക്കും. കാരണം ഇതിലൂടെ എല്ലാം അവർ കയറിയിട്ടുണ്ട്. പ്ലീസ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ താക്കോലിരിക്കുന്നത് പേരൻസിൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും. അതല്ല, ഞാൻ റിയലി ഐ താങ്ക് ഗോഡ്. പാസ്റ്ററിൽ ഞാനത് വിറ്റ്നസ് ചെയ്തതായി, നെഹമയും എമിയും. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. അപ്പം അതിൻ്റെ പോസിറ്റീവ് സൈഡുകളിൽ മറ്റ് ഒരു ബ്ലെസ്സിങ്സ് ഒത്തിരി പറയാം. ഫോർ എക്സാമ്പിൾ, ഈവൻ ഞാൻ ജനിച്ചതുപോലും പാസ്റ്റേജിലെ മുറിയിലാണ്. ഫസ്റ്റ് മമ്മിയും പറയും ഒരു ബ്ലെസ്സിംഗ് അല്ല, ഞാൻ ഹോസ്പിറ്റലല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ് ജനിച്ചത്. മണക്കാലയിൽ പ്രാർത്ഥിക്കുന്ന മമ്മിമാരൊക്കെ ചുറ്റും നിന്ന് അന്യഭാഷ പറയുകയും വർഷിപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ ജനിച്ചത് ഒരു അതൊരു ബ്ലെസ്സിങ് ആയി ഞാൻ കണക്കാക്കും. അങ്ങനെ ആയിരിക്കും ബ്ലെസ് എന്ന പേര്. താങ്ക് യു. അപ്പോൾ പാസനേജ് ആണ് നമ്മുടെ മറ്റേണിറ്റി റൂം. പാസനേജിൽ തന്നെ ജനിച്ചു. പിന്നെ ചൈൽഡ്ഹുഡ് വരുമ്പോൾ ബ്രദേഴ്സ് അതുപോലെ എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തതും സപ്പോർട്ട് ചെയ്തതും ഞാൻ ഓർക്കുന്നു. ബാക്കിയുള്ളവരെല്ലാം മുകളിലോട്ടാണ് അല്ലേ? ബ്രദേഴ്സ് എല്ലാം എൽഡേഴ്സ്. എസ്പെഷ്യലി ടു ഡിസ്കവർ ഓർ ഐഡൻറ്റിഫൈ മൈ കോളിംഗ്, സിംഗിങ് ടാലൻ്റ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ ബ്രദേഴ്സിനും ഒക്കെ ഒരു റോള് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഈ മൈൽ സ്റ്റോണുകളിലെല്ലാം ഞാൻ ഈ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ്, അത് ബാപ്റ്റിസം ആയാലും ആ ഒരു ഫസ്റ്റ് ടച്ച് ആയാലും ഇങ്ങനെ ഷിഫ്റ്റുകൾ നടന്നത് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഓർക്കാൻ പറ്റുന്നുണ്ട്. അതിലെന്തെങ്കിലും ഇപ്പോൾ പ്രയോജനപ്പെടുന്ന 1-2 കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? കാരണം ഇപ്പോൾ ഈ ഞാനൊന്ന് തുറന്നു പറയുന്നത് ആരെയും ഇകഴ്ത്താനോ ഒന്നുമല്ല. ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുള്ള ചില പാസ്റ്റേഴ്സിൻ്റെ കുട്ടികളൊക്കെ ചിലപ്പോൾ ഡ്രഗ്സിലൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള പലരെയും നേരിട്ട് എനിക്കറിയാം. പക്ഷെ ദൈവം അവരൊക്കെ വീണ്ടെടുത്തു. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ ചേർച്ച് വൂൺസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. സഭയിൽ നിന്ന് കിട്ടുന്ന മുറിവ്, അത് പാസ്റ്റേഴ്സിന് കിട്ടാം, പാസ്റ്ററിൻ്റെ പിള്ളേർക്ക് കിട്ടാം, പാസ്റ്ററിൻ്റെ ഭാര്യയ്ക്ക് കിട്ടാം, വിശ്വാസികൾക്ക് കിട്ടാം. ചർച്ചിനോട് ബന്ധപ്പെട്ട് ആക്റ്റീവായി നിൽക്കുന്ന ആർക്കും മുറിവ് കിട്ടാം. ആ മുറിവ് ഹീലാക്കുമോ ആ വൂൺസുമായിട്ട് ലൈഫ് ടൈം ജീവിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പം അങ്ങനെ ഒത്തിരി പേര് മുറിവേറ്റ് ഒഫൻഡഡായി ബിറ്ററായി മിനിസ്റ്ററി വിട്ട് പോവുകയും വല്ലാത്ത ആറ്റിറ്റ്യൂഡിലൊക്കെ ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനെ അതിജീവിക്കുവാണെങ്കിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയില്ല. അപ്പോൾ ആ ചില മൈൽ സ്റ്റോണുകളൊന്ന് പറയാം. അതും ഈ കോൺവെർസേഷനിൽ ഹോളി സ്പിരിറ്റിനെ ഇടയ്ക്കിടയ്ക്ക് മെൻഷൻ ചെയ്യുന്ന എനിക്ക് സന്തോഷം പാസ്റ്റർ. കാരണം എനിക്ക് അതിനേക്കാൾ വലിയ സന്തോഷം. കാരണം ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഞാൻ ഒരു അറ്റ് ദ ഏജ് ഓഫ് 8 ആണ് പാസ്റ്റർ ഫസ്റ്റ് ടച്ച്. അത് അന്നത്തെ സമയത്തേക്ക് ഈ കാത്തിരിപ്പ് യോഗങ്ങളാണ്, ചാരിങ് മീറ്റിംഗ്സ്. പപ്പയുടെ മമ്മിയുടെ ഒരു പ്രത്യേകത, എനിക്ക് ഓർക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം ഒരു ഡിനോമിനേഷൻ ഡിഫറൻസ് ഇല്ലാതെ പപ്പയും മമ്മിയും ബിലോങ് ചെയ്തല്ല, ഞങ്ങൾ ബിലോങ് ചെയ്യുന്നൊരു ഡിനോമിനേഷൻ അപ്പുറം പാസ്റ്റേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുകയും വെൽക്കം ചെയ്യുകയും അവരെ വിളിച്ച് മീറ്റിംഗ് നടത്തുക. അത് ഞങ്ങൾക്ക് ഒത്തിരി ബ്ലെസ്ഡ് ആയി. എൻ്റെ അർത്ഥം വിശാല ഹൃദയമുള്ള ഒരു ദൈവദാസനായിരുന്നു പിതാവ്. പാസ്റ്റർ. അങ്ങനെ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഓർക്കാൻ പറ്റുന്ന ഇത്ര, ഐ ഫെൽറ്റ് ദ പവർ ഓഫ് ഗോഡ്. കൈൻഡ് ഓഫ് ഷിവറിങ്, കൈൻഡ് ഓഫ് സ്കേർഡ്, എന്തോ നടക്കുന്നത്. ഞാൻ ലാസ്റ്റ് ഇയർ മമ്മിയുടെ ഫ്യൂണറൽ ടൈമിൽ ഇത് മെൻഷൻ ചെയ്തായിരുന്നു. അന്ന് മമ്മി എന്നെ ബലപ്പെടുത്തി, മോനെ പേടിക്കണ്ട, ഇത് ഹോളി സ്പിരിറ്റിൻ്റെ നിന്നെ ഒന്ന് തൊട്ടതാ. അത് ഞാനിപ്പോഴും ഓർക്കുന്നു പാസ്റ്റർ. ഞാനിപ്പോഴും ഓർക്കുന്നു പാസനേജിൻ്റെ അടുത്ത് വന്ന് നിന്ന ആ ഒരു ടൈം, മീറ്റിംഗ് നടക്കുമ്പോൾ. അത് ഫോർ ഷുവർ എൻ്റെ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലോട്ട് അത് കൊണ്ടുപോയി. അതായത്
ഈ ഒരു എൻകൗണ്ടർ ഉണ്ടായി, ടച്ച് കിട്ടിയതിന് ശേഷമാണ് ഒരു കൺവിക്ഷനിലേക്ക് വന്നത്. എനിക്കെപ്പോഴും ഓർക്കാൻ പറ്റും, അന്ന് ഞങ്ങൾ പനന്തോപ്പിലാണ്. അപ്പം അതിന് മുമ്പിരുന്ന കടമ്പനാട് കല്ലൂഴി ചർച്ചിലൊരു ചേർച്ചസ് ഒരുമിച്ചുള്ള മന്ത്ലി മീറ്റിംഗ് നടക്കുമ്പോൾ മമ്മി എൻകറേജ് ചെയ്തു, അത്രയും ബോൾഡാണ് നീ അവിടെ പോയി ടെസ്റ്റ് മണി പറയാൻ. സോ ഐ റിമെമ്പർ ദാറ്റ് ഡേ ഫാസ്റ്റ്. സോ 8 വയസ്സിൽ നെക്സ്റ്റ് ഹോപ്പ്ഫുള്ളി 8 years ആ ബാപ്റ്റിസം നടന്നു. ഇൻ ഫ്യൂ മന്ത്സ് വാട്ടർ ബാപ്റ്റിസം ആണോ അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിന്റെ ഒരു ടച്ച് ബാപ്റ്റിസം. അത് എൻ്റെ ലൈഫിൽ ബോൺ അഗെയിൻ എക്സ്പീരിയൻസിലേക്ക് പോയൊരു മൈൽ സ്റ്റോണാണ്. പക്ഷേ അതിനപ്പുറമുള്ള ഒരു ബാപ്റ്റിസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ടങ്സിലേക്കോ ഒന്നും പിന്നെ ഒരു കുറച്ച് ടൈം എടുത്തു, ഹൈസ്കൂൾ ടൈം വരെ എടുത്തു. അതിൽ എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്ന എൻ്റെ മറ്റൊരു എൽഡർ ബ്രദർ പാസ്റ്റർ ജോൺസൺ മേമന. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ശുശ്രൂഷയിലാണോ കണക്റ്റഡ് ആണ്. പക്ഷെ ഫുൾ ടൈം മിനിസ്ട്രിയിലേക്ക് ആദ്യം ജോൺസൺ ചാൻ, അന്ന് ഞാൻ ഹൈസ്കൂളിലാണ്. സോ ഇവർ കുറച്ച് യങ്സ്റ്റേഴ്സ് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർക്കണം. അപ്പം അതെന്നെ കുറച്ചുകൂടെ ഈ തേഴ്സ്റ്റി ആക്കി, എവിടെ ഒരു ദാഹം വന്നു. അപ്പം അങ്ങനെ ഒരു പ്രയറിൻ്റെ സമയത്ത് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിലേക്ക്, അത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെ സമയത്ത് ഞാനത് അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ടങ്സിൽ വർഷിപ്പ് ചെയ്യാനും ആ ഒരു എന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഞാൻ ഓർക്കുന്നു. എസ്പെഷ്യലി ഗോഡ് ഗിവൻ ടാലൻസിൽ ഒരു ഷിഫ്റ്റ് വന്നത് ഞാൻ ഓർക്കുന്നു. ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. ഇപ്പോൾ ഡോക്ടർ ബ്ലെസ്സൻ പറയുന്നതനുസരിച്ച് പാർസനേജിൽ വളർന്നു എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിൽ വളരുന്നേ, പക്ഷേ ഈ മൈൽ സ്റ്റോണിൽ എടുത്തു പറയുന്നു. അപ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്നത് വിശ്വാസികളുടെ മക്കളായി ജനിച്ചു 1ാം തലമുറ, 2ാം തലമുറ, 3ാം തലമുറ. അപ്പോൾ അവരുടേതൊരു ഇൻറ്റഗ്രേറ്റഡ് ഗ്രോത്താണ്. അപ്പോൾ ചിലപ്പോൾ ഈ എടുത്തു പറയാവുന്ന അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ ഡോക്ടർ ബ്ലെസ്സിന് കൃത്യമായിട്ട്, നമ്മൾ കുറച്ച് മുമ്പ് സംസാരിക്കുമ്പോൾ നയമായ എന്തോ ഇതിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് രക്ഷിക്കപ്പെട്ട സമയം പറഞ്ഞു, സ്നാനപ്പെട്ട സമയം, ഇതെല്ലാം റെക്കോർഡഡാണ്. ഈ മൈൽ സ്റ്റോണുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ട സമയവും സ്നാനപ്പെട്ട സമയം ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലർക്ക് ഒരു പക്ഷേ അത് എടുത്തു പറയാനൊരിതില്ലെങ്കിൽ പോലും ഇഫ് യു സ്റ്റിൽ ഹാവ് ദാറ്റ് എക്സ്പീരിയൻസ്, ദാറ്റ്സ് ഇറ്റ്. ചിലർക്ക് കൺഫ്യൂഷൻ വരും, ഇങ്ങനെയൊന്നും വലിയ എൻകൗണ്ടറോ വിറവലോ ഒന്നും എനിക്കുണ്ടായിട്ടില്ല, പക്ഷേ ഞാൻ ശരിക്കും രക്ഷിക്കപ്പെട്ടതാണോ എന്നൊക്കെ തോന്നുന്നവർ കാണും. എനിവേ അങ്ങനെ ഹൈസ്കൂളിലായപ്പോഴേക്കും ടങ്സും എല്ലാം കിട്ടി. ഒരു ഫോർ ഷുവർ ഐ തിങ്ക് ടാലൻറ്റുകളൊക്കെ പുറത്തു വരാനും അത് ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമുകളിൽ അതൊരു എസ്പെഷ്യലി പപ്പയുടെ മിനിസ്ട്രിയോടൊപ്പം പതുക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം PYPA സെൻട്രൽ സ്കൂൾ പോലുള്ള യൂത്ത് സെഷൻ, യുവജന വിഭാഗം, ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ ബാലലോകം, വെരി ഗ്രേറ്റ് ബ്ലെസ്സിങ് ഇൻ മൈ ലൈഫ്. അങ്ങനെ എൻകറേജ് ചെയ്യുന്നവരെ ഇതേ ഒരുക്കി. ഞാനിതെല്ലാം പോസിറ്റീവായിട്ടാണ് പറയുന്നത് ഫസ്റ്റ്, കാരണം അതർ സൈഡ് ചിലപ്പോൾ കാണും. പക്ഷേ കർത്താവിന് ഈ നല്ലൊരു സർക്കിൾ ചുറ്റും തന്നതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഫസ്റ്റ്. കാരണം ഞാൻ ഇപ്പോൾ പറഞ്ഞതിൽ എന്നെ വളരെ ടച്ച് ചെയ്തൊരു സംഭവം ബൈബിളിലുള്ളത്, ഈ ഹന്ന ഒത്തിരി പ്രാർത്ഥിച്ചിട്ടൊരു മോനെ കിട്ടി. ഈ മോനെ കൊണ്ട് ഏകദേശം ഇതുപോലെ തന്നെ 8 വയസ്സിലെന്തോഴുമാണ് അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഏലി പുരോഹിതൻ്റെ കയ്യിൽ കൊടുത്തു. ഇപ്പം കുഞ്ഞുടുപ്പൊക്കെ ഇട്ട് അവിടെ ശുശ്രൂഷിക്കുകയാണ്. പെട്ടകത്തിനരികിൽ കിടക്കുമ്പോൾ അവൻ ദൈവശബ്ദം കേൾക്കുന്നു. ഈ സമയത്ത് ഏലിയുടെ പിള്ളേർ ഹൊഫ്നിയും ഫിനഹാസും വളരെ ദൈവത്തിൽ നകന്ന് വളരെ മ്ലേച്ഛമായത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതിനിടയിലാണ് ശമൂവേൽ ബാലൻ വളർന്ന് ദാൻ മുതൽ ബർഷേബ വരെ വിശ്വസ്ത പ്രവാചകനായെന്ന് മാത്രമല്ല അവൻ്റെ വായിൽ നിന്ന് വന്ന ഒരു ദൂത് പോലും പാഴായില്ല. അതിൻ്റെ അർത്ഥം എത്ര നെഗറ്റീവ് സാഹചര്യത്തിലും ദൈവകൃപയിൽ വളരാൻ പറ്റും. അപ്പോൾ അതപ്പോൾ ഈ പലതും നെഗറ്റീവ് കാണാമായിരിക്കാം, എന്നാൽ ദൈവം എന്നെ അത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഇതിലൊക്കെ ദൈവം വളർത്തി. വലിയ കൃപവാസ്. ആമേൻ. അതുപോലെ ഈ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസത്തിൻ്റെ ഫസ്റ്റ് സൈൻ ഞാൻ ഈ ടങ്സ് എന്ന് മെൻഷൻ ചെയ്തെങ്കിലും എവിഡൻ്റായിട്ട് എനിക്ക് മനസ്സിലായത് ദൈവം എൻ്റെ അക്കാഡമിക്സിനെ തൊട്ട് ഫസ്റ്റ്. ഞാൻ ഈ 7 സ്കൂൾസ് മാറിയ സമയത്ത് എസ്പെഷ്യലി ഞാൻ കുറച്ച് സമയം നവോദയ സ്കൂളിലുണ്ടായിരുന്നു, വെച്ചിശ്ശിറ, പത്തനംതിട്ട. ആ സമയത്തൊക്കെ ഞാൻ
അക്കാഡമിക്സിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്ത സമയമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദെൻ വാട്ടർ ബാപ്റ്റിസം ഹാപ്പൻ ചെയ്തു. ഇതെല്ലാം എന്നെ മെയിൻലി തൊട്ടത് എൻ്റെ അക്കാഡമിക് ലൈഫിനെയും കൂടെ. അതായത് പരിശുദ്ധാത്മ സ്നാനത്തിന് ശേഷം ഹോളി സ്പിരിറ്റിൻ്റെ ഇൻ്റർവെൻഷന് ശേഷം വിദ്യാഭ്യാസം അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൃപ. യെസ്, അതൊരു ഭയങ്കര സംഭവമാണ്. ഞാൻ ആംഗിളിൽ ഒത്തിരി ചിന്തിച്ചിട്ടില്ല. പക്ഷേ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മ സ്നാനം ഉണ്ടെങ്കിൽ, ബിക്കോസ് ദ ഹോളി സ്പിരിറ്റ് ഈസ് ദ ബെസ്റ്റ് പ്രൊഫസർ, ദ ബെസ്റ്റ് സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഇമ്പോർട്ട് ചെയ്യും. എല്ലാ ലാംഗ്വേജും പറയും, എല്ലാ സബ്ജക്റ്റും പറയും പരിശുദ്ധാത്മാവ്. ഇപ്പോൾ ദിനകരണങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്വപ്നത്തിൽ കർത്താവ് ഓരോന്നും അങ്ങ് വെളിപ്പെടുത്തും. ഇപ്പം നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ചോർന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ദിനകരണങ്ങൾ തലേദിവസം രാത്രി ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുത്തു, നല്ല മാർക്കോടെ. അത് ലീക്കല്ല, റെവലേഷനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവിന് ഏത് മേഖലയിലും നമ്മെ സഹായിക്കാൻ പറ്റും. യെസ് പാസ്റ്റർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പെർട്ടിക്കുലർലി സ്ട്രഗിൾ ചെയ്തിരുന്ന കുറച്ച് ഏരിയകളെ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്തു. ഒത്തിരി ഡിസ്ട്രാക്ഷൻ്റെ അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആവാൻ പറ്റാത്ത കാര്യങ്ങളിലൊക്കെ ഹോളി സ്പിരിറ്റ് ഹെൽപ്പ് ചെയ്തത്. ആ ടൈം ഓഫ് നീഡിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് ഫ്രൂട്ട്ഫുൾ ആവും. അവൻ്റെ ഒരു പേര് ദ ഹെൽപ്പർ. യെസ്. അപ്പോൾ അത് ഞാൻ പിന്നീട് ബാച്ചിലേഴ്സ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട്സും ഇങ്ങനെ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഫ്രണ്ട്സ് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഒത്തിരി ടൈം എടുത്ത് ചെയ്യേണ്ടത് ഹോളി സ്പിരിറ്റ് കുറച്ച് സമയം കംപ്രസ് ചെയ്ത് തരും. ഓൾ ഗ്ലോറി ടു ഗോഡ്. ദെൻ ഈ ഞാനിപ്പോൾ 2 ബ്രദേഴ്സിൻ്റെ പേര് പറഞ്ഞ പോലെ അക്കാഡമിക്സിൽ അടുത്തൊരു ഇതിലോട്ട് പോകാൻ കൂടുതൽ എൻകറേജ് ചെയ്തത് എൻ്റെ വേറൊരു മൂത്ത ബ്രദർ ഡോക്ടർ ജെയിംസ് ആണ്. എനിക്ക് കർത്താവ് ഒരു ഗോഡ് ഗിവനായിട്ടൊരു തേഴ്സ്റ്റ് വന്നു. കർത്താവ് തന്നിരിക്കുന്ന സാഹചര്യത്തിൽ പരമാവധി അക്കാഡമിക്സിൽ എക്സൽ ചെയ്യണമെന്ന്. അന്നൊന്നും ഈ മിനിസ്ട്രിയെക്കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ആഗ്രഹം തന്നു കർത്താവ്. അത് ഒത്തിരി ഐ താങ്ക് ഗോഡ് ഫോർ ഓൾ ദ ബ്ലെസ്ഡ് ഓപ്പർച്യൂണിറ്റീസ്. അതെനിക്ക് ഫോർ ഷുവർ അടുത്തതിലേക്കുള്ള ഡോർ ഓപ്പണിംഗ് ആയിരുന്നു. പിന്നീട് സോങ് റൈറ്റിങ്ങിലേക്കൊക്കെ വന്നപ്പം ഈ റൂട്ടിലൂടെ ദൈവം വിട്ടതാണ് എന്നെ റൈറ്റ് ആളുകളുമായിട്ട് കണക്ട് ചെയ്തതും റൈറ്റ് പ്ലേസിൽ കൊണ്ട് പൊസിഷൻ ചെയ്തത്. ഈ ഡോക്ടർ ബ്ലെസൻ മേമന എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ ഇത് MBBS മെഡിക്കൽ ഡിഗ്രി ആണോ അതോ എന്താണ് ആ ഡോക്ടർ? ഞാൻ എൻ്റെ ബാച്ചിലേഴ്സ് ഡെൻറ്റിസ്ട്രിയാണ് ചെയ്തത്, ട്രിവാൻഡ്രത്തായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ മാസ്റ്റേഴ്സ് പബ്ലിക് ഹെൽത്താണ് ചെയ്തത്, CMC വെല്ലൂരായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൻ്റെ റിസർച്ച് ഫെലോ ആയിട്ട് വർക്ക് ചെയ്തു ബൈ ഗോഡ്സ് ഗ്രേസ്. അതൊരു 2015 വരെയും ബൈ ഗോഡ്സ് ഗ്രേസ്. അതിൻ്റെ കൂടെ അപ്പോഴത്തേക്കും സോങ് റൈറ്റിംഗ് മിനിസ്ട്രി ഇപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വൺസ് ഇൻ എ വൈൽ മീറ്റിങ്ങിനൊക്കെ മിനിസ്ട്രിയും. പക്ഷേ അതുവരെയും ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാനും ഒക്കെ ദൈവം ഒരു കൃപ തന്നു പാസ്റ്റർ. ഞാൻ കണ്ടിട്ടുള്ളൊരു രീതി, ദൈവത്തിന് വിദ്യാഭ്യാസം ഉള്ളവരെ ഇല്ലാത്തവരെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ പത്രോസിനൊന്നും വലിയ വിദ്യാഭ്യാസം ഇല്ലെന്നാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 4:13 വായിക്കുമ്പോൾ കാണുന്നത്. എന്നാൽ പൗലോസ് ആണെങ്കിൽ ഡോക്ടറേറ്റോ ഡബിൾ ഡോക്ടറേറ്റോ ഒക്കെ എടുത്ത രീതിയാണ്. പത്രോസിനെ ഉപയോഗിച്ചു, പൗലോസിനെ കർത്താവ് ഉപയോഗിച്ചു. പക്ഷേ എപ്പോഴും പൗലോസിന് ഉപയോഗിച്ച ആ സ്കോപ്പിൽ ഒരുപക്ഷെ പത്രോസിന് ഉപയോഗിക്കാൻ പറ്റിക്കാണില്ല. കാരണം റോമാക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഗ്രീക്കുകാരുടെ ഇടയിൽ അല്ലെങ്കിൽ യഹൂദന്മാരുടെ ഇടയിൽ എല്ലാത്തിലും പുള്ളിക്ക് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് കിട്ടി. പഠിക്കുന്ന വിദ്യാർത്ഥികളോട് ഡോക്ടർ ബ്ലെസന് ഒരു ഉപദേശം കൊടുക്കാമോ? കാരണം ചിലർക്കൊക്കെ ഇനി വേണോ, അത് വേണോ, ഇത് വേണോ, ഇനി എടുത്തിട്ട് എന്തിനാ, അങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമല്ലോ. അപ്പോൾ അവർക്കുള്ളൊരു ഉപദേശം ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇങ്ങനൊരു വാക്ക് പറയാം പാസ്റ്റർ. നിങ്ങളുടെ സ്റ്റഡീസ് അത് ആക്ച്വലി യേശുബിച്ചിന് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇഷ്ടമെന്ന് പറയാൻ കാര്യം നിങ്ങളുടെ അക്കാഡമിക് എക്സലൻസ് അതിൻ്റെ മഹത്വം ദൈവത്തിനാണ്. സോ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ആക്ട് ഓഫ് വർഷിപ്പ്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് വർഷിപ്പ് ചെയ്യുന്ന പോലെയാണ്. കാരണം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ യേശുബിച്ചല്ലേ മഹത്വപ്പെടുന്നത്. സോ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോൾ പലരും പഠിക്കാൻ ഇങ്ങനെ അമാന്തിക്കാൻ കാരണം ചിലർക്ക് മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടാണ്, ചിലർക്ക് ഹിന്ദി ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചില വിഷയങ്ങൾ ടഫായിട്ട് വരും, കീറാമുട്ടിയായിട്ട് നിൽക്കും. നേരത്തെ പറഞ്ഞ അനുഭവത്തിൽ
പരിശുദ്ധാത്മാഭിഷേകം വന്നപ്പോൾ അവിടെ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ട് വിദ്യാഭ്യാസത്തിൽ, ശരിയല്ലേ? എക്സാക്ട്ലി. അപ്പോൾ അത് ഡോക്ടർ ബ്ലസൻ മേമനയ്ക്ക് മാത്രമുള്ളതല്ല, ഇതേ ഹോളി സ്പിരിറ്റല്ലേ ഈ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ഉള്ളത്. അങ്ങനത്തെ ഒരു ഒത്തിരി മീൻസ് എനിക്ക് 2 അനുഭവങ്ങളുണ്ടായി. ഒന്ന്, ആദ്യം രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകത്തിൽ നിറഞ്ഞ് ഈ ആദ്യ സ്നേഹം കയറിയിട്ട് വട്ടുപോലെ പോയി. മീൻസ് എനിക്ക് പഠിക്കണ്ട. ഇപ്പം എൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ ഞാൻ സ്കൂളിലെല്ലാം ടോപ്പറാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ഫസ്റ്റാണ്, പഞ്ചായത്തിൽ ഫസ്റ്റാണ്. എൻ്റെ ഫാദറിൻ്റെ കമ്പനിയിലെ എംപ്ലോയീസിൻ്റെ മക്കളിൽ ഏറ്റവും ടോപ്പ്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം അവാർഡും ക്യാഷ്. അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീമാൻ TM ജേക്കബാണ്. ഈ TM ജേക്കബിൻ്റെ കയ്യിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിയാണ് ഞാൻ 10th പാസ്സാകുന്നത്. പക്ഷേ മഹാരാജാസ് കോളേജിൽ 1ാം വർഷം പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ എനിക്ക് ദൈവവേല ചെയ്താൽ മതി, എനിക്ക് പഠിക്കാൻ വേണ്ട ഒന്നും വേണ്ട, അതുപോലെ ഞാൻ ബ്ലൈൻഡായിട്ട് ദൈവവേല ചെയ്യണം, ഒറ്റ ആഗ്രഹമുള്ളൂ. ഞാൻ പഠിക്കുന്നില്ല. അതെനിക്ക് കിട്ടിയ 0, 2, 3, 4 മാർക്ക്. വീട്ടിൽ ഭയങ്കര പ്രശ്നമായി. അവരെന്നെ ചെവിക്ക് പിടിച്ച് കൊണ്ടുപോയി ഇവിടെ ഒരു സയൻസ് അക്കാഡമി എന്ന് പറയുന്ന ഒരു ട്യൂഷൻ ഒരു പാരലൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടു ചേർത്തു. പിന്നെ എനിക്ക് ബോധം വന്നു, ഞാൻ ഈ ഇമ്മച്യൂറായിട്ട് എടുത്ത് ആടിയിട്ട് കാര്യമില്ല, പഠിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ പഠിച്ചു. പിറ്റേ വർഷം എല്ലാ പേപ്പറും കൂടി ഒരുമിച്ച് എഴുതി. അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എഴുതി പാസ്സായി. കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി, ഫസ്റ്റ് ക്ലാസ്സോടെ അവിടെ പാസ്സായി. അത് കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് വന്നു. 50 വയസ്സിന് ശേഷമാണ് ഞാൻ ഡോക്ടറേറ്റ് എടുത്തത്. കാരണം ആ സമയത്ത് മിനിസ്ട്രിയൊക്കെ ഇട്ട് തിരക്കുമെല്ലാമായിട്ട് പോയി. അപ്പോൾ ഡോക്ടർ ബ്ലസ് അവിടെ ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് ഒത്തിരി സപ്പോർട്ട്. ഞാൻ ഇടയ്ക്ക് എൻ്റെ റോങ് തിങ്കിങ് കൊണ്ട് കുറച്ച് ഓഫ് ട്രാക്ക് പോയി. എങ്കിലും എപ്പോഴും നമുക്ക് ഉള്ള വിദ്യാഭ്യാസം, ഭാഷാ പരിജ്ഞാനം, ശാസ്ത്രം എന്തും ദൈവവിലക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ദൈവമഹത്വത്തിനായി ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ ബ്ലസൻ മേമന വർഷിപ്പ് ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്നുള്ള അതിൻ്റെ ടൈറ്റിലിൻ്റെ ഇതല്ല ഞാൻ പറയുന്നത്. സോഷ്യലി അതിനൊരു ആക്സെപ്റ്റൻസ് ഉണ്ട്. ഏതോ വഴി ആരെങ്കിലും വന്നൊന്നല്ല, അല്ല, ഞാൻ വേറൊരു അർത്ഥത്തിലല്ല പറയുന്നത്, ആക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ പൗലോസ് വന്നത് പറയുമ്പോൾ ഗമാലിയേലിൻ്റെ കാൽ കീഴിരുന്ന് പഠിച്ച് ഇത്രയും ജ്ഞാനമുള്ളവൻ, ആ ജ്ഞാനം ദൈവസഭയുടെ ഫൗണ്ടേഷന് വേണ്ടി ദൈവം ഉപയോഗിച്ചില്ല. വെരി ട്രൂ. കഴിഞ്ഞ ഒരു സൺഡേ പോലെ ഞാൻ പറഞ്ഞത്, ഈ 2000 വർഷം ക്രൈസ്തവ ലോകം ഗൈഡ് ചെയ്യപ്പെട്ടത് പൗലോസിൻ്റെ, ഈ പറഞ്ഞ പൗലോസിൻ്റെ കത്തുകളിലൂടെയാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തെ ദൈവത്തിന് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയില്ലേ? അപ്പോൾ വിദ്യാസമ്പന്നരുടെ ഇടയിലും വിദ്യാഹീനരുടെ ഇടയിലും ഏതിലും പെനിട്രേറ്റ് ചെയ്യാൻ ദൈവത്തിന് നമ്മെ സഹായിക്കും. ആമേൻ. പ്ലീസ് കണ്ടിന്യൂ. ബാക്കി എങ്ങനെയാണ് പിന്നെ കർത്താവ് കാര്യങ്ങൾ നടത്തിയത്? ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ പറയാൻ കാര്യം, അക്കാഡമിക്സ് നമ്മൾ മെൻഷൻ ചെയ്തെങ്കിലും പല ഏരിയസിലുള്ളവർ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അനോയിൻറ്റിങ് നമ്മളെ ക്രിയേറ്റീവ് ആക്കുമെന്നാണ്. നമുക്ക് ക്രിയേറ്റീവ് ആവാതിരിക്കാൻ പറ്റില്ല. കാരണം ഏത് മേഖലയിൽ കാരണം അത് ക്രിയേറ്ററിൻ്റെ ഹോളി സ്പിരിറ്റ്, അത് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതെനിക്ക് പിന്നീടുള്ള ഓരോ സ്റ്റെപ്പിലും അനുഭവിക്കാൻ പറ്റി. ചർച്ചസിൻ്റെ പ്ലാറ്റ്ഫോം പോലെ തന്നെ ആ ഇനിഷ്യൽ ടൈമിൽ യൂണിവേഴ്സിറ്റി കോളേജ് ടൈമിലും ബൈ ഗോഡ്സ് ഗ്രേസ് കേരള യൂണിവേഴ്സിറ്റി നാഷണൽ ലെവലിലൊക്കെ ഫോക്ക് മ്യൂസിക്കിലൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വന്നു. അപ്പോൾ ആ ഒരു ഒത്തിരി ഞാൻ റെപ്രസെൻ്റ് ചെയ്തതിനേക്കാളും ഇറ്റ് ജസ്റ്റ് ഗേവ് മീ ഒരു എക്സ്പോഷർ. കുറച്ചുകൂടെ ഒരു ഞാൻ യൂണിയനിലൊക്കെ കുറച്ച് കോളേജ് യൂണിയനിലൊക്കെ ആക്റ്റീവായിരുന്നു. ഞങ്ങളുടെ മാഗസിൻ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ അതെന്നെ പിന്നീട് ഹെൽപ്പ് ചെയ്തത് കർത്താവ് സോങ്സൊക്കെ തരാൻ തുടങ്ങിയപ്പം ഞാൻ ഈ ഒരുമിച്ചങ്ങ് പറയാണ്. ഫസ്റ്റ് ആൽബം കോളേജിൽ ദൈവം ഞാൻ എൻ്റെ ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് വരുന്നത്. ഫസ്റ്റ് ആൽബം ഉദ്ദേശിക്കുന്ന ക്രിസ്ത്യൻ സോങ്സിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഏതെങ്കിലും ആണോ? ഞാൻ ഗോസ്പൽ റൈറ്റിങ്ങിനകത്താണ്. ഇതിൻ്റെ കൂട്ടത്തിൽ പറയാൻ കാര്യം, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാൻ വെല്ലൂർ പോയെങ്കിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രാൻഡത്ത് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഗ്യാദർ ചെയ്ത് വേണം എൻ്റെ റിലീസ് ചെയ്യണം. അപ്പം എൻ്റെ ഫ്രണ്ട്സുമായിട്ട് അതുപോലെ കണക്റ്റഡ് ആയതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വമായിട്ട് പറയട്ടെ, ഞാൻ ആ ഒരു ചേർച്ച് ഗ്യാദറിങ്ങിനേക്കാളും ആൽബത്തിൻ്റെ ടൈറ്റിൽ തന്നെ ഫോർ ദ ലോസ്റ്റ് എൻ്റെ ആഗ്രഹമായിരുന്നു. ഒന്നാമത്തെ ആൽബം യെസ്, ഫോർ ദ ലോസ്റ്റ്.
കാരണം എൻ്റെ ആ ഫ്രണ്ട്സ് ആൽബത്തിലെ പാട്ടുകൾ ഏതൊക്കെയായിരുന്നു? എൻ്റെ ഭാരം ചുമക്കുന്നു, ഓ, എന്നെ നിത്യതയോടെ. അതൊക്കെ ഞാൻ ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. തുടക്കം എന്താണ്? ആദ്യത്തെ സോങ് കിട്ടിയത് എങ്ങനെയാണ്? ചുമ്മാ ഇങ്ങനെ ചിന്തയിലേക്ക് വരുവാണോ, ഇരുന്നിങ്ങനെ എഴുതുവാണോ, സ്വപ്നത്തിലാണോ, പരിശുദ്ധാത്മാവില പ്രാർത്ഥിച്ചപ്പോഴാണോ? കാരണം ഇതുപോലെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ എനിക്കൊരു ഈ പോഡ്കാസ്റ്റ് ഒത്തിരി കൊയറിലുള്ളവരും പാടുന്നവരും ഒക്കെ ഇത് കാണുന്നുണ്ടായിരിക്കാം. ഡോക്ടർ ബ്ലെസ്സൻ മേമനയുടെ പച്ചയായ റോ എക്സ്പീരിയൻസസ് പറയാമെങ്കിൽ പക്ഷെ അവർക്ക് റിലേറ്റ് ചെയ്യാനും ഇതൊരു ഇൻസ്പിറേഷനായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി പാട്ടുകൾ എഴുതുന്ന, കമ്പോസ് ചെയ്യുന്ന, വർഷിപ്പ് ചെയ്യുന്ന ഒത്തിരി പേര് ഒരു വർഷിപ്പ് ചിലപ്പോൾ ഒരു ഒറ്റ ടെസ്റ്റിമണിയിൽ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇത് നിസ്സാരമായിട്ട് എടുക്കരുത്. ആദ്യത്തെ ഒന്ന് പറഞ്ഞു, ആദ്യത്തെ പാട്ട് എനിക്കത് കേൾക്കണം. സോ ഞാൻ അത് പറയണമെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ഒരു മൈൽ സ്റ്റോൺസ് ലൈഫ് ജേർണിയിലോട്ട് വരണം. പിന്നെ കോളേജ് ലൈഫിൽ ഫൈനൽ ഇയറിലേക്ക് വരുമ്പോഴാണ് എൻ്റെ പപ്പ കർത്താവിൻ്റെ സന്നിധി ചേർക്കപ്പെടുന്നത്. അതുവരെ ഞാൻ മിനിസ്ട്രിയെക്കുറിച്ച് അധികം കൺസേൺഡ് അല്ല. ഒരു നേരത്തെ ഉണ്ടായ സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ ഉണ്ടെങ്കിലും അടുത്തൊരു മെഷറിൽ എന്തെങ്കിലും റിസീവ് ചെയ്യണമെന്നൊരു തേഴ്സ്റ്റ് ഒന്നുമില്ല പാസ്റ്റ്. പക്ഷെ ആ ഒരു സീസൺ തന്നെ, അതായത് ഫാദർ മരിച്ച സീസൺ, ആ ഒരു ടൈം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊത്തത്തിലൊരു ഷിഫ്റ്റാണ്. നേരത്തെ പറഞ്ഞ പാസനേജ് മാറി ഒരു ഔട്ട് ഓഫ് കംഫർട്ട് സോണിലോട്ട് വരുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അഗെയിൻ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. ഹോസ്റ്റലിലായിരിക്കുമ്പം അഗെയിൻ ഒരു സ്പിരിച്വൽ കവറിങ്ങിൻ്റെ നീഡ് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈവൻ ദോ മമ്മിയും ബ്രദേഴ്സും എല്ലാവരും ആക്റ്റീവ് ആണെങ്കിലും ആ ഒരു സീസണിൽ എനിക്കൊരു റെസ്റ്റോറേഷൻ വേണമായിരുന്നു. ഞാൻ ഈ പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ ലൈഫിലെ സ്പിരിച്വൽ എൻകൗണ്ടറുകളുടെ ഒരു താക്കോൽ നമ്മുടെ നീഡാണ്. പല സമയങ്ങളിൽ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കണം, പല പല അനുഭവങ്ങൾ കാണും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ നീഡ് എന്നെ ഒത്തിരി തേഴ്സ്റ്റി ആക്കി. കഥാപച്ചനെ കൂടാൻ പറ്റില്ല എന്നുള്ളൊരു സംഭവം വന്നു. ആ സമയത്തൊരു വർഷിപ്പ് എൻകൗണ്ടർ പോലെ അറ്റൻഡ് ചെയ്തൊരു മീറ്റിങ്ങിൻ്റെ നടുക്ക് കർത്താവിൻ്റെ ശബ്ദം, ഞാൻ നിന്നെ നന്നായി അറിയുന്നു. അതിൻ്റെ ഒരു റെസ്പോൺസ്, ശബ്ദം നമ്മൾ അകത്ത് കിട്ടി. യെസ്, കർത്താവിനോട് ഞാൻ നിന്നെ നന്നായി അറിയാം. അതൊരു കൈൻഡ് ഓഫ് ഒരു റീഡെഡിക്കേറ്റ് ചെയ്യുന്നൊരു മൊമെൻ്റായിട്ട് അത് മാറി. എന്നിലുള്ള ഒരു പേഴ്സണലി പ്രാർത്ഥിക്കുമ്പോഴാണോ എപ്പോഴാണത്? മീറ്റിങ്ങിൻ്റെ നടുക്ക് തന്നെ വർഷിപ്പ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്, മിനിസ്ട്രി ഹാപ്പൻ ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഞാൻ എൻ്റെ ഒരു ട്രഡീഷണൽ വേയിൽ ഞാൻ ആരെങ്കിലും എൻകറേജ് ചെയ്താലേ എഴുന്നേക്കുള്ളൂ. ക്രൗഡിൻ്റെ കൂടെ നിൽക്കാനാണ് നമ്മുടെ കംഫർട്ട്. പക്ഷേ ഇത് തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ബോൾഡാക്കി. സ്റ്റുഡ് ഇൻ ദാറ്റ് പ്ലേസ് നിന്നുകൊണ്ട് രക്ഷപ്പെട്ട ഐ ജസ്റ്റ് വാണ്ട് ടു റീഡെഡിക്കേറ്റ് മൈ ലൈഫ്. അങ്ങനെ ഒരു മൊമെൻറ്റ് ഞാൻ, ആ പ്ലേസ് ഞാൻ ഓർക്കുന്നു, ആ ടൈം ഞാൻ ഓർക്കുന്നു. അത് ഒരു ബ്രാൻഡ് ന്യൂ ബിഗിനിങ് ആയിരുന്നു പാസ്റ്റ്. അന്നൊരു 1-2 വാക്കുകൾ ഇതിൻ്റെ റെസ്പോൺസായിട്ട് എന്നെ നന്നായി അറിയുന്നവൻ, അല്ലെ സുഖമുള്ള കാലമൊക്കെ ഇങ്ങനെ വരുന്നെങ്കിലും അതൊരു പാട്ടൊന്നും ആയില്ല. ഒരു സീസൺ ഓപ്പണായി. പിന്നീട് ലൈഫിൻ്റെ കുറേ എക്സ്പീരിയൻസുകൾ നോക്കിയപ്പോൾ എല്ലാ തോൽവികൾക്കും നാദാ നന്ദി. സോ ഇതെല്ലാം ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സോങ് റൈറ്റിങ്ങിനെ കുറിച്ച് അതായത് ഫ്രാഗ്മെന്റ്സ്, ഓരോ പീസുകൾ, ഓരോ തോട്ട്സ് അവിടെ നിന്ന് കിട്ടുക. എനിക്കിതിൻ്റെ പർപ്പസ് ആദ്യം പിടികിട്ടാഞ്ഞുകൊണ്ടാണ് എന്ന് എനിക്കിപ്പം മനസ്സിലാവും. പക്ഷേ ദാറ്റ് വാസ് ഫോർ എ ഗുഡ് റീസൺ. ഞാനത് ഇരുന്ന് പേപ്പറും കൊണ്ട് എഴുതിയായിരുന്നെങ്കിൽ ചിലപ്പോൾ അതങ്ങ് മസിൽ പിടിച്ച് എഴുതിയ പോലെ ആയിരുന്നു. പക്ഷേ ഇത് ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, കുറച്ച് മാസങ്ങളെടുത്ത് പതുക്കെ അതിനൊരു സ്ട്രക്ചർ ദൈവം തന്നു. അവിടെ സ്പാർക്ക് ദൈവം തന്നെങ്കിലും പിന്നീട് മെഡിറ്റേറ്റ് ചെയ്യുന്നതും വേർഡുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നീട് വന്ന് ദൈവസ്നേഹമേ എന്നുള്ള സോങ് ആ സമയത്ത് വരുന്നു. വയൽ വിളയുന്ന കാഴ്ച, അതെല്ലാം എൻ്റെ പുറകെ വരും. ഞാൻ ചോദിക്കുന്നത്, ആദ്യത്തെ ഈ തോട്ട്സ് പല പീസുകൾ വന്നു, അതിനെല്ലാം കൂടെ ഒരു സോങ് രൂപത്തിലേക്ക് ആക്കിയത് എപ്പോഴാണ്? ആദ്യത്തെ സോങ് ഒരു അടുത്തൊരു 3 ഇയേഴ്സാണ്. ഈ ഒരു 3 ഇയേഴ്സ് സ്പാനിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻഡ്രം ആയിരുന്നതുകൊണ്ട് കർത്താബച്ചൻ അവിടെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന നോബിൾ അച്ഛൻ ചിലപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവും. ഞാനതാ പറയും, ദൈവം നമുക്ക് തുറക്കുന്ന ഡോറുകൾ നമ്മളെ ആളുകളെ കണക്ട് ചെയ്യുന്നു. ഈസ് എ ഗ്രേറ്റ് എൻകറേജ്മെൻറ്റ് ആ ഒരു സമയത്ത്. അത് കുറച്ച് ടൈം അന്ന് എടുത്തെങ്കിലും നല്ലൊരു ഓഡിയോ പ്രൊഡക്ഷനിലേക്ക് വന്നു.
അപ്പോൾ അതിനു മുമ്പ് ലിറിക്സ് എല്ലാം റെഡിയാക്കി. ആ ഒരു ടൈം കൊണ്ട് സോങ്സിൻ്റെ ഒരു സോങ്സ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആൽബത്തിൽ എത്ര പാട്ടുകളാണ്? ബൈ ഗോഡ്സ് ഗ്രേസ് ആ ഒരു ഫൗണ്ടനിൽ നിന്ന് ഒരു 12. ഫസ്റ്റ് ആൽബത്തിൻ്റെ 12 പാട്ടായിട്ട് റിലീസ് ചെയ്തു. അതിലൊന്നാമത്തെ പാട്ട് എൻ്റെ ഭാരം, എൻ്റെ നിത്യത. ഞാൻ ഈ ആദ്യത്തേന്ന് എനിക്ക് പറയാൻ പറ്റാത്ത ഈ ഫ്രാഗ്മെന്റ്സ് കൊണ്ടാണ്. പക്ഷെ ഇത് ഒരുമിച്ച് വന്ന ഒരു സീസണാണ്, ഒരു ക്ലസ്റ്ററായിട്ട് പുറത്തേക്ക് വന്നു. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത്, അതിൽ ഇപ്പം ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു പാട്ടിൻ്റെ 2 വരി അങ്ങ് പാടിയാൽ എനിക്ക് തോന്നുന്നു എല്ലാവരും കൂടെ പാടും. കാരണം ഡോക്ടർ ബ്ലെസൻ മെമ്മറിയുടെ പാട്ടിലുള്ള ഒരു പ്രത്യേകത എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പാസ്റ്ററായാലും സാധാരണ വിശ്വാസി ആരായാലും ഇതിന് സ്ക്രിപ്ചർ ബേസുണ്ട്, അനുഭവത്തിൻ്റെ ബേസുണ്ട്. എല്ലാവരുടെ ഹൃദയത്തെ തൊടും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആകെപ്പാട് ഒരു പലതൊക്കെ എഴുതി വെച്ചെങ്കിൽ ഒരു പാട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടും അതാരും പാടാറില്ല. സഭകളിലൊന്നും ആരും ഇതുവരെ പാടിയിട്ടില്ല. നമ്മുടെ ബ്ലെസ്സിംഗ് ടുഡേയുടെ വേദികളിൽ ഈ സാക്ഷ്യം പറയുന്ന സമയത്ത് ഒരു പാട്ട് ഇടയ്ക്ക് പാടുന്നതല്ലാതെ. പക്ഷേ ഡോക്ടർ ബ്ലെസ്സിലൂടെ എത്രയോ പാട്ടുകൾ കർത്താവ് പുറത്ത് കൊണ്ടുവന്നു. അതിലത്തെ ആദ്യത്തെ ക്ലസ്റ്ററിൽ നിന്നും ഇത് എനിക്ക് തോന്നുന്നു മലയാളി ക്രൈസ്തവ ലോകം മുഴുവൻ, ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമാണ്, പാട്ടുകൾക്ക് ഡിനോമിനേഷൻ ഇല്ല. പാട്ടുകൾക്ക് ഏത് വേദിയിലോട്ടും ഏത് ചർച്ചിലോട്ടും ഏത് ഡിനോമിനേഷനിലോട്ടും കയറി ചെല്ലാം. പാസ്റ്റേഴ്സ് അങ്ങനെയല്ല, പ്രസംഗകർ അങ്ങനെയല്ല, ലിമിറ്റഡാണ്. ചില പ്ലാറ്റ്ഫോമുകളിൽ അവരെ വിളിക്കും, ചില പ്ലാറ്റ്ഫോമുകളിൽ അവർക്ക് സ്റ്റേജ് ഇല്ല. പക്ഷേ പാട്ടുകൾക്ക് ഡിനോമിനേഷൻ ഇല്ല. ഇപ്പോൾ ഡോക്ടർ ബെന്നി പ്രസാദ്, അദ്ദേഹം 6 വർഷം കൊണ്ട് എല്ലാ രാജ്യങ്ങളിലും പോയി പാട്ടുപാടി. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഒരു മ്യൂസീഷ്യനറി എന്നാണ്, മിഷണറി അല്ല, മ്യൂസീഷ്യനറി. അപ്പോൾ ദൈവം ചിലപ്പോൾ പ്രസംഗകർക്ക് പാസ്റ്റേഴ്സിന് പറ്റാത്ത റെലംസ്, മേഖലകൾ ദൈവം മ്യൂസിക്കിലൂടെ തുറക്കും. അപ്പോൾ ഒരു പാട്ട് നമുക്കൊന്ന് ചേർന്ന് പാടാം. നിങ്ങളെല്ലാവരും ചേർന്ന് പാടണം. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു. യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു, എൻ്റെ സ്നേഹിതൻ യേശു, എൻ്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഞാൻ ഈ
പാട്ട് പാടുമ്പോൾ ഉള്ളിൽ ചിന്തിക്കുമായിരുന്നു, എത്ര പേരെ, എത്ര ഹൃദയങ്ങളെ ഇത് ടച്ച് ചെയ്ത് കാണും. മില്യൺസ്. ഇതാരെയാണ് ടച്ച് ചെയ്യാത്തത്? ഈ വരികൾ. ഈ പ്രസംഗം കേട്ടാലുള്ളൊരു ഗുണം, സഭാഹോള് വിട്ട് പുറത്തിറങ്ങി കഴിയുമ്പോൾ തന്നെ എൻ്റെ 80% മറന്നു പോകും. പിറ്റേ ദിവസം അടുത്തൊരു 10% കൂടി മറന്നു പോകും. പിറ്റേ ദിവസം ചോദിച്ചാൽ ആ പാസ്റ്റർ പറഞ്ഞ തമാശയോ സ്റ്റോറിയോ മാത്രം ഓർമ്മയുണ്ട്, എല്ലാം മറന്നു പോകും. പാട്ടിൻ്റെ പ്രത്യേകത, ആ വരികൾ ഇങ്ങനെ റീപ്ലേ അടിച്ചുകൊണ്ടിരിക്കും. ഫുൾ പാട്ടില്ലേലും 2 വരി, ചിലപ്പോൾ 1 വരി, അതിങ്ങനെ ഒരു റിത്തമിക്കായിട്ട്, അല്ലെങ്കിൽ അതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു ഓളം പോലെ, തിരമാല പോലെ അടിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ദാറ്റ് ബ്രിങ്സ് ഹീലിംഗ്. വെരി ട്രൂ. ഇപ്പോൾ സുഖമുള്ള കാലത്തും എന്നൊക്കെ പറയുമ്പോൾ ഏത് കാലത്തും എന്നെ സഹായിക്കുന്നൊരു യേശുവുണ്ട്. ഡോക്ടർ ബ്ലസ്സിന് ഒരു സംഭവം ഇവിടെ നടന്ന് പറയാം. കോവിഡ് കാലം നമ്മുടെ ഈ ബ്ലെസ്സിങ് സെൻറ്റർ അടച്ചു. പിന്നെ അടച്ചിട്ട് ഈ ഇതൊക്കെ ഹോട്ട്സ്പോട്ടായ സമയത്ത് നമ്മുടെ ഈ ഹോളിൻ്റെ പുറത്തുള്ള ഹോള്, നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കുന്ന അവിടെ പോലീസുകാർ വന്ന് ക്യാമ്പ് ചെയ്തേക്കും. ഇപ്പം ഇവിടെ നിന്ന് ഒരു കമ്പ്യൂട്ടർ സാധനം പോലും പുറത്തെടുക്കാൻ പറ്റില്ല, ക്യാമറ പോലും പുറത്തെടുക്കാൻ പറ്റില്ല, അതുപോലെ ലോക്ക്ഡായി. പിന്നെ ആ സമയത്ത് വീട്ടിൽ നിന്നൊക്കെ അങ്ങനെയാണ് മോർണിംഗ് ഗ്ലോറിയുടെയൊക്കെ തുടക്കം. അത് കഴിഞ്ഞൊന്ന് ഓപ്പണായി കഴിയുമ്പോൾ ആളുകൾക്ക് വരാൻ പാടില്ല, 10 പേര് 20 പേരൊക്കെ വെച്ച് വരുന്ന ആ സമയത്ത് നമ്മുടെ ടെക്നീഷ്യൻസും എല്ലാവരും കൂടി വന്നിട്ട് ലൈവ് ചർച്ച തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഒരു സംഭവം ഉണ്ടായത്, ടൈം ലിമിറ്റ് ഇല്ല, കാരണം ക്രൗഡ് മുമ്പിലില്ല. ഇപ്പോൾ ഒരു സൺഡേ ഇവിടെ നടക്കുന്ന സമയത്ത് അതിൻ്റെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. ഈ നമ്മുടെ സാറ്റലൈറ്റ് ബ്ലെസ്സിങ് സെൻറ്ററുകൾ കണക്റ്റഡ് ആണ്, അവർക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അപ്പോൾ ഒരു ടൈം വെച്ച്, മാത്രമല്ല ഹാർവസ്റ്റ് ടി വിയിലൊക്കെ നമ്മുടെ ഇത് പോകുന്നത്, എല്ലാത്തിനും ഒരു ടൈമുണ്ട്, ലിമിറ്റ്, അത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണം. ഇവിടെ ഇതൊന്നുമില്ല. ഈ സമയത്ത് ബ്ലെസ്സിങ് ടുഡേയുടെ അകത്ത് ഒരാൾ പോലും ഇല്ല, ശൂന്യമായ ഹോള്, വലിയ സ്റ്റേജ്, ടെക്നീഷ്യൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് ആൾ മാത്രമേ ഉള്ളൂ. അന്ന് ഈ ആരാധന അങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന സമയത്തൊന്നും ഇല്ലാത്തതുകൊണ്ട്, ടൈം ലിമിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ തന്നെ ആ സ്റ്റേജിലങ്ങ് കവിണ്ട് വീണ് കിടന്നങ്ങ് ആരാധിക്കും. ആ സമയത്ത് നമ്മുടെ സജിത്ത് ബ്രദറെല്ലാം കൂടെ ഒറ്റയ്ക്ക് വിടുകയില്ല എന്നുള്ള ആ പാട്ടങ്ങ് പാടി. ഈ സമയത്ത് വയനാടൊരു സംഭവം നടന്നു. ഒരു ദൈവവേലയിലായിരുന്ന ഒരു മനുഷ്യൻ ചർച്ചിലും അവളുടെയൊക്കെ എന്തോ ഹേർട്ടും പ്രഷറൊക്കെ ഇട്ടിട്ട് നടന്നിട്ട് കംപ്ലീറ്റ്ലി ബ്രോക്കൺ. ഇപ്പം ഇവിടെ ഈ ആരാധന നടക്കുന്ന സമയത്ത് അദ്ദേഹം ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അന്നത്തെ കാലത്ത് ലൈവിലൊക്കെ ഭയങ്കര വ്യൂസാണ്, കാരണം എല്ലാവരും വീട്ടിലിരിക്കുമല്ലേ. ഇത് ഡിനോമിനേഷനിൽ ഈ പറഞ്ഞ പോലെ എല്ലാം പൊട്ടി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങി. ഈ പാട്ടങ്ങ് പാടില്ല. ഈ മനുഷ്യൻ്റെ അകത്ത് വർഷങ്ങളായുള്ള വൂൺസ് അങ്ങ് ഹീലായിട്ട് അദ്ദേഹം സ്ക്രീനിൽ നിന്നൊക്കെ എൻ്റെ നമ്പർ എടുത്തതിൻ്റെ സാക്ഷി എനിക്ക് അയച്ചു. ആ സാക്ഷി ഞങ്ങളത് അയച്ചു തന്നു ആ സമയത്ത്, ഓർക്കുന്നുണ്ട്. അപ്പോൾ ഒരു പാട്ടിന് 1000 കൗൺസിലിംഗ് സെഷനുകൾക്ക് നടക്കാത്തത്, ചെയ്യാൻ പറ്റാത്തത്, ഒരു പാട്ടിൻ്റെ ഒരു വരി കൊണ്ട് കർത്താവ് ചെയ്തെടുക്കും. അപ്പോൾ ആ മനുഷ്യൻ്റെ റെസ്റ്റോറേഷനാണ് നടന്നത്. ഇത് എനിക്കറിയാവുന്ന ഒരു കേസ് ഞാൻ സാമ്പിൾ പറഞ്ഞോളൂ. ഇതുപോലെ എത്രയോ സഭകളിൽ, കൺവെൻഷനുകളിൽ, യുവജന മീറ്റിങ്ങുകളിൽ പോകുന്ന സ്ഥലത്തെല്ലാം ഇനി ഒന്നും വേണ്ട, യൂട്യൂബിൽ കിടക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഓഡിയോ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത് ആളുകൾ ഇങ്ങനെ കേട്ട് പോകും. അപ്പോൾ ആ 2 വരി കൂടെ ഒന്ന് പാടിയാൽ ഒരുപക്ഷെ ഇത് കാണുന്നവരിലും ചിലപ്പോൾ എക്സ്പ്ലോസീവായി ഒരു വലിയ വിടുതൽ നടന്നാലോ. യെസ് പാസ്റ്റർ, തീർച്ചയായും. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? യേശുവിൻ കൂടുള്ള യാത്ര. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വെച്ച് ഡോക്ടർ ബ്ലസ് പെയിൻറ് ചെയ്തിട്ട് ഒരെണ്ണം ചെയ്ത്, അതേതായിരുന്നു? അത് ഇതല്ല. യേശുവിൻ കൂടുള്ള യാത്രയിൽ പെയിൻറ് ചെയ്യുന്നുണ്ട്. നിറദീപം എന്നുള്ളൊരു സോങ്ങും പെയിൻറ് ചെയ്യുന്നുണ്ട്. അല്ല, ഈ നമ്മളിരിക്കുന്ന ഈ സ്റ്റുഡിയോയിൽ വെച്ച് ഒരു അത് നടന്നതാ, അത് നിറദീപം. യെസ്. അത് ഇപ്പോൾ ഒരു എനിക്ക് സന്തോഷമുള്ളത് ഡോക്ടർ ബ്ലസ്സിൻ്റെ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ ആ സെയിം സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. യെസ്. ഈ പാസ്റ്റർ കോവിഡ് ടൈം മെൻഷൻ ചെയ്യുമ്പം ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ടൈം. ഈവൻ വിഷ്വൽസ് എടുക്കാനും വലിയ ഫ്രീഡം ഇല്ല. ഒരു ഇഫ് ഐ റിമെമ്പർ 5 പേര് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ 10 പേര് ഗ്യാദർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം വന്നപ്പം ഒരു വാക്ക് പറഞ്ഞ റിസ്ക് എടുത്ത് പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി സ്പേസ് തുറന്നു. ഏതൊരു റെക്കോർഡിംഗ് ഒത്തിരി നാളിന് ശേഷമാണ് പാസ്റ്റർ വന്ന് പറഞ്ഞു, ഞങ്ങൾ 5 മ്യൂസീഷ്യൻസ് വന്നു,
ചർച്ചിൻ്റെ മീഡിയ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ജസ്റ്റ് വാണ്ട് താങ്ക് യു. അത് വേണമെങ്കിൽ എല്ലാം സ്വസ്ഥമായിട്ട് ചെയ്യാമായിരുന്നു, പക്ഷെ ആ ടൈമിൽ അന്നത് ചെയ്തത് കൊണ്ടാണ് ഈ ടെസ്റ്റിമണി. ആ സമയത്ത് മീറ്റിങ്സ് ഇപ്പോൾ സാധാരണ ഒരു ബിസി സ്കെഡ്യൂളിൽ ആ സമയത്ത് എപ്പോഴും ഇവിടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ കാണും. എന്തെങ്കിലും ഈ കോവിഡ് സമയത്ത് ഇതൊന്നും നടക്കാത്തതുകൊണ്ട് ഡോക്ടർ ബ്ലെസ്സിൻ്റെ മാത്രമല്ല, എനിക്കൊന്നും നമ്മുടെ റെക്സ് മീഡിയ അല്ലേ, അവരുടെ ആൽബങ്ങൾ, പാസ്റ്റർ ഷാജി ഡാനിയൽ ഡാലസിലുള്ള അദ്ദേഹം ഒത്തിരി പാട്ടുകൾ എഴുതി, അദ്ദേഹത്തിൻ്റേത്, പിന്നെ എല്ലാം എനിക്ക് ഓർമ്മയില്ല, ഒത്തിരി റെക്കോർഡിങ്സ് ദൈവകൃപയാൽ ഈ ബ്ലെസ്സിങ് ടുഡേയിൽ വെച്ച് നടന്നു. ഞങ്ങളത് ഓപ്പണാക്കി കൊടുത്തു. കാരണം അങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ നമ്മുടെ യൂത്ത്സൊക്കെ പലതിലും നിന്ന് സപ്പോർട്ട് ചെയ്യുകയും മ്യൂസീഷ്യൻ സപ്പോർട്ട് ചെയ്യുക, ടെക്നീഷ്യൻ സപ്പോർട്ട് ചെയ്യുക, എല്ലാം ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമുക്ക് അത്രയും പറ്റുന്നില്ല, കാരണം പല പല ആക്ടിവിറ്റീസിലായിപ്പോയി. അന്ന് പല സ്റ്റുഡിയോകളും ഓപ്പൺ അല്ല, ചർച്ച് ഹോളായതുകൊണ്ട് ആ രീതിയിൽ അങ്ങനെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഞാൻ ഈ ടെസ്റ്റിമണി ഷെയർ ചെയ്യുമ്പോൾ അതിന് പിന്നിൽ ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറയാൻ ഞാൻ ഈ ടൈം കൂടെ ഒന്ന് എടുക്കുക. കാരണം ഫസ്റ്റ് മുമ്പേ എൻ്റെ ഭാരം ചുമക്കുന്നവൻ, അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സ്റ്റോറിയും കൂടെ ഉണ്ട് മാസ്റ്റർ. മലയാളത്തിൽ ഈ സോങ് ഒക്കെ വന്നെങ്കിലും എനിക്കറിയില്ല, മേ ബി ഹോളി സ്പിരിറ്റ് ഗൈഡൻസ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഇടുന്ന വന്നു. മലയാളത്തിൽ അന്നൊരു ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഇല്ല, ഒരു 15 years മുമ്പ്. പക്ഷെ മ്യൂസിക് മൈൻഡ്സ് ചെന്നൈയിൽ നിന്ന് നമ്മുടെ DGS അങ്കിളിൻ്റെയും പോൾ തങ്കയ്യ അങ്കിളിൻ്റെയും ഒക്കെ സോങ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാനന്ന് വെല്ലൂരിൽ ഞാൻ ഇതിൻ്റെ ഒരു ഡമ്മി ഓഡിയോ CD ഒക്കെ നോബൽ ബ്രദറിൻ്റെ നിന്ന് കളക്ട് ചെയ്ത് ഒരു റാൻഡം പേഴ്സണെ പോലെ എനിക്ക് തോന്നുന്നു ബ്രദറിന് എന്തോ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചെന്നു, അന്ന് ഞാൻ ഓർക്കുന്നു, അന്നത്തെ മ്യൂസിക് മൈൻഡ്സിൻ്റെ ഡയറക്ടറായിട്ടുള്ള വിൻസെൻ്റ് സഹായൻ സാറ് ഈവനിങ് 5 o'clock ആവും. ഞാൻ ഇച്ചിരി ലേറ്റായി കോളേജിൽ നിന്ന് അവിടെ എത്തുമ്പം. പുള്ളി പറഞ്ഞു, ഓക്കെ ഞാൻ ലെറ്റ് മീ ലിസൺ. I remember that moment, Pastor. The moment ഇങ്ങനെ പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോൾ he listened the first song, then the next song. എനിക്ക് മനസ്സിലായി ഹോളി സ്പിരിറ്റ് ഈ സാറിനെ കൺവിൻസ് ചെയ്യാണ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യണം, ഇത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി എടുക്കണം. സോ കർത്താവിൻ്റെ മഹത്വത്തിന് ഹി ആക്സെപ്റ്റഡ്. പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു, ബ്രദർ ഞങ്ങൾ മലയാളം CDs പബ്ലിഷ് ചെയ്യാറില്ല, ഇതിൽ 3 സോങ് എങ്കിലും തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ്. ആദ്യം എനിക്ക് ഇത് ഇത്രയും ചെയ്തതിൻ്റെ പാട് അറിയാം കർത്താവ് വെച്ചാന്ന്. പക്ഷെ പിന്നീട് മനസ്സിലായത് കർത്താവിൻ്റെ പ്ലാൻ, ദൈവ പദ്ധതിയാണ്. സോ അഗെയിൻ 1-2 പേര് ഹെൽപ്പ് ചെയ്ത് അത് ട്രാൻസ്ലേഷൻ ചെയ്തു. സോ ആ ഫോർ ദ ലോസ്റ്റ് എന്ന ആൽബം 12 എന്നല്ല 15 സോങ്സ് ആയിട്ട് വന്നു. തമിഴും കൂടി അതിലോട്ട് ആഡ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് ഇതിൻ്റെ തമിഴ് എൻ പാറങ്ങൾ സുമപ്പവർ യേസു. അപ്പോൾ ആ CD-യിലെ ഫസ്റ്റ് സോങ്. അപ്പോൾ ഈ ടെസ്റ്റിമണിയിൽ എനിക്കറിയാം പാസ്റ്ററും നമ്മൾ ഒത്തിരി ടെസ്റ്റിമണികൾ കേൾക്കുന്നതിൽ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ടെസ്റ്റിമണി ഓർക്കാൻ പറ്റുന്നെങ്കിൽ നമ്മളത് നമ്മുടെ മിനിസ്ട്രി ലൈഫിൽ അത് എപ്പോഴും നമ്മൾ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യും. സോ ഇത് പബ്ലിഷ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷന് പോയി. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മ്യൂസിക് മൈൻഡ്സിന് ഓൾമോസ്റ്റ് ഒരു 60 കൺട്രീസിലോളം അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അന്ന് യൂട്യൂബ് ഒന്നും അത്ര ഇതായിട്ടില്ല. ചെന്നൈയിൽ നിന്ന് അത് ആ സമയത്ത് ഇത് എന്താണ് DVD വിഷ്വൽസ് കൂടെ ഉള്ളത്. ഒത്തിരി പേര് അതിൻ്റെ പിന്നിൽ ഹെൽപ്പ് ചെയ്തു, എസ്പെഷ്യലി ബ്രദേഴ്സ് ആ ഒരു ടൈം. പക്ഷേ എനിക്ക് ഫസ്റ്റ് ടെസ്റ്റിമണി ഈ വിൻസെൻ്റ് സഹായം സാർ എന്നെ വിളിച്ചിട്ട്, ബ്രദർ എനിക്ക് ഇച്ചിരി മുമ്പ് ഒരു കോൾ വന്നു, തമിഴിലാണ്. ഒരു മോള് ഞങ്ങളെ വിളിച്ചു. അവൾ ഒത്തിരി സ്ട്രഗിളിൻ്റെ നടുക്ക് ലൈഫ് എൻഡ് ചെയ്യാൻ വേണ്ടി പേരൻസ് ഇല്ലാത്ത സമയത്ത് എല്ലാം ക്ലോസ് ചെയ്ത് ഷി ഡിസൈഡഡ് ടു കമ്മിറ്റ് സൂയിസൈഡ്. പക്ഷെ തൊട്ടടുത്ത ഇതിൽ നിന്ന് ലൗഡായിട്ട് ആരോ ഈ DVD പ്ലേ ചെയ്യാണ്. ദ വെരി ഫസ്റ്റ് സോങ് അവൾ ഈ വാക്ക് കേൾക്കുക, എൻ പാറങ്ങൾ സുമപ്പോ. തമിഴ് ഈ തമിഴ് പെൺകുട്ടിയാ? യെസ്. സാറിനെ വിളിച്ചു, അദ്ദേഹം അത് തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കരുതൽ അത് മലയാളത്തിലാണെങ്കിൽ പക്ഷെ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. തുറന്ന് പോയി നെക്സ്റ്റ് പേഴ്സണോട് ഇത് എന്തുവാ എങ്ങനെയാ, ദാറ്റ് ഡേ ഷീ ഡെഡിക്കേറ്റഡ് ഹർ ലൈഫ് ഫോർ ജീസസ്. അതെന്നെ വിളിച്ച് പറയുമ്പോൾ ഐ റിയലൈസ്ഡ് ഗോഡ്സ് പ്ലാൻ, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട്. അന്നൊന്നും ഞാൻ അത്ര മീറ്റിങ്സിനൊന്നും അത്ര ആക്റ്റീവ് അല്ല. ഞാൻ
മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വർക്ക് ചെയ്ത്. പക്ഷേ ഈ ഉള്ള ചെറിയ ചെറിയ ടെസ്റ്റിമണീസ് ഭയങ്കരമായിട്ട് നമ്മളങ്ങ് ബൂസ്റ്റ് എൻകറേജ് ചെയ്യും, അടുത്തത് എന്തെങ്കിലും കർത്താവിനുണ്ട് ചെയ്യണം. ആ ഫ്രൂട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എൻകറേജ്മെൻറ്റ്. ഞാൻ ഈ പോഡ്കാസ്റ്റിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴും ആ ഫ്രൂട്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ആരെങ്കിലും തൊടട്ടെ. ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയുക, വിശ്വാസവും പ്രത്യാശയും പ്രതീക്ഷയും പറയുക. ഈ പോഡ്കാസ്റ്റ് സിമ്പിളായിട്ട് നമ്മളിരുന്നിങ്ങനെ റോ ആയിട്ട് സംസാരിക്കുന്നത്. ദിസ് ഇസ് ആൻ അൺസ്ക്രിപ്റ്റഡ് പോഡ്കാസ്റ്റ്. സ്ക്രിപ്റ്റൊക്കെ ഉണ്ട് സത്യത്തിൽ, പക്ഷേ ഇത് വേറെ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് തോന്നുന്നു യുവജനങ്ങളെ, ദൈവദാസന്മാരെ, ക്വയറിലുള്ളവരെ, മ്യൂസീഷ്യൻസിനെ, ഭാവിയിലേക്ക് വരാനിരിക്കുന്ന ഒത്തിരി സോങ് റൈറ്റേഴ്സിനെ, ഒരുപക്ഷെ ഇന്നത്തെ രീതികളൊക്കെ അടുത്ത കുറച്ചങ്ങൾ കഴിയുമ്പോൾ മാറും. അതിലേക്ക് അതിൻ്റെ ഒരു കാറ്റലിസ്റ്റായിട്ട് ഡോക്ടർ ബ്ലെസ്സിൻ മെമൻ ഇന്ന് പറയുന്ന, റിലീസ് ചെയ്യുന്ന അനുഭവങ്ങളെല്ലാം പ്രയോജനപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ഡോക്ടർ ബ്ലെസ്സിൻ്റെ കുറേ അനുഭവങ്ങളും എങ്ങനെയാണ് ദൈവം അദ്ദേഹത്തെ നടത്തിയതെന്നും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു. ഇതിപ്പോൾ അവസാനിപ്പിക്കണമെന്ന് തോന്നില്ല, എങ്കിലും നമുക്ക് അടുത്ത പോഡ്കാസ്റ്റിൽ ഇനിയും കുറേ പാട്ടുകളും അനുഭവങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത ആഴ്ചയിൽ നമുക്ക് വീണ്ടും കാണാം.